ജീവിതം തന്നെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതറിയാതെ നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിന് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളായിട്ട് സൃഷ്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് മതിയോ എലിക്സർ? പക്ഷെ നമ്മൾ ഈ സ്വപ്നം ദയവായി ചേട്ടാന്ന് വിളിക്കും കേട്ടോ. മണ്ടാന്നൊക്കെ പറഞ്ഞാൽ മണ്ടാക്കണം. മറ്റൊരു രണ്ടാമത്തെ ചോദ്യം അങ്ങേരോടാ ചോദിച്ചത്. ഓക്കെ. അപ്പം സ്വപ്നമെന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മള് ഇന്ന് മനുഷ്യകുലം സ്വായത്തമാക്കിയിരിക്കുന്ന എല്ലാ പുരോഗതിയും ഈ സ്വപ്നത്തിന്റെ ഭാഗത്താണല്ലോ അങ്ങ് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോ അതിനെ നമുക്ക് എന്താ പറയാ, അത് നമ്മളുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്ന ഒരു തലമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി സാധിക്കും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസ്, മനുഷ്യന്റെ ജീവിതം തന്നെ, ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മെഡിക്കൽ ഫീൽഡിലൊക്കെയുള്ള ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉറക്കമുണരുന്നത് തൊട്ട് ഉറങ്ങുന്നവരെ എല്ലാ സമയത്തും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ അഡ്വാൻസ്മെന്റ്സും ഈ പറയുന്ന ആശയങ്ങളിൽ നിന്ന്, മനുഷ്യന്റെ ഭൗതികമായ വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടായ ആശയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പോൾ അത് എന്താ പറയാ, അതൊരു ലൈഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് നമുക്ക് ഒതുക്കി നിർത്താൻ സാധിക്കും. അതോ അതിൽ നിന്ന് അത് അങ്ങനെ ഉള്ളപ്പോൾ തന്നെ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പിറകിൽ അതിനെല്ലാം താങ്ങി നിൽക്കുന്ന ഒരു സത്തയുണ്ട്. ആ സത്തയിലേക്ക് ഫോക്കസ് ചെയ്യണമെന്നാണോ എന്ന് പറയുന്നത്? സ്വപ്നമുണ്ട്. സ്വപ്നത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരുപാട് ടെക്നിക്കൽ നോ ഹൗ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ ഈ മൊബൈൽ ഫോണിലിരുന്ന് ഒരു ഇൻ്റർനെറ്റും കണക്ട് ചെയ്ത് വിവിധ സ്ഥലത്തിരിക്കുന്ന ആൾക്കാർക്ക് തമ്മിൽ പരസ്പരം സംസാരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വിഷ്വൽ കേപ്പബിലിറ്റീസ് കൊണ്ട് ഒരുപാട് സാധ്യതകൾ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. കൊള്ളാം, അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അത് നമ്മളുടെ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യൻ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനായിട്ട് നിലനിൽക്കുന്ന ഭാഗത്തെ ഉണ്ടെന്നുള്ള ഭാഗം, ആ അറിവിന് ഈ സ്വപ്നം തടസ്സമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് ഈ സ്വപ്നം തടസ്സമായിട്ട് വരുന്നത്? ഈ ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുമോ? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ യാഥാർത്ഥ്യവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നമ്മളാകാനുള്ള കാരണവുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥനാകും. ടെക്നോളജിയായിട്ട് നമുക്ക് യാതൊരു കാരണവശാലും ഒരു ക്ലാഷിൻ്റെ ആവശ്യമില്ല. സയൻസ് ഡെവലപ്പ് ചെയ്യുന്നു, സയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് നമുക്ക് ഒരു ലിമിറ്റേഷനുണ്ട്. എവിടെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ? നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ, എൻ്റെ അറിവാണ് എന്നെ നിലനിർത്തുന്നത്, ഞാൻ എന്നിലുള്ള ജീവൻ്റെ സ്പന്ദനവുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് തടസ്സമായിട്ട് ഈ ടെക്നോളജി വരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു അപകടമാണ്. അത് വല്ലാത്തൊരു അപകടം തന്നെയാണ്. അത് നമ്മൾ അവനവൻ തന്നെ വ്യക്തമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കി എടുത്താൽ കൊള്ളാം, അല്ലെങ്കിൽ അത് അപകടമാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കാമോ? താങ്കൾക്ക് തൊട്ടോ നമുക്കത് കഴിഞ്ഞിട്ട് വേണം ചോദിക്കാം. മനസ്സിലാക്കുന്നത് അത് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരാം കേട്ടോ. നമുക്ക് രണ്ടുപേരിലുണ്ട്. അപ്പോൾ എല്ലാവരിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. മനുവിനെ താങ്കൾ മുമ്പ് വിളിച്ചിരുന്നുണ്ടോ? മനു ഉണ്ടോ? അപ്പോ മനുവില്ലെങ്കിൽ രമ ഞാൻ പല എനിക്ക് 64 വയസ്സുണ്ട്. ഞാൻ ഗവൺമെന്റിലൊക്കെ ഉദ്യോഗസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷെ എപ്പോഴും എന്തൊക്കെയോ ഉള്ളിൽ കൂടുതൽ അറിയണം, മനസ്സ് എന്താണ്, ജീവൻ എന്താണെന്നൊക്കെ അറിയണം എന്നൊരു ആഗ്രഹം സാധാരണയായി കവിഞ്ഞ മറ്റുള്ളവർക്കൊന്നും ഇല്ല, എനിക്കുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും രോഗി ആവുന്ന ഒരു അവസ്ഥയുണ്ടായി. കുറെ എല്ലാം എന്തൊക്കെയോ അറിഞ്ഞു, പക്ഷെ അതൊന്നും എന്നെ ഒരിടത്ത് എത്തിച്ചില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴിങ്ങനെ എപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് കാണാനിടയായത്. അപ്പൊ ആ യൂട്യൂബിൽ അദ്ദേഹം പറയുന്നുണ്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യും. അപ്പൊ ഞാനൊരു അസുഖത്തിന്റെ പിടിയിലും ആയിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അപ്പോ ഞാൻ ഇത് ചെയ്തു നോക്കി, ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. വേറെ ഒന്നുമല്ല ഞാൻ ശ്രദ്ധിച്ചത്, എന്ത് പ്രവർത്തനം എനിക്ക് ചെയ്യാം എന്ന് നോക്കിയപ്പോ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് ഇന്ന് വരെ ആരും, ഞാൻ പല
പരിപാടികളിലും പോയിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും പറയാത്തത്. അപ്പൊ ശ്വാസത്തിലായിരുന്നു ഞാൻ കുറച്ചു കാലമായിട്ട് അതിന്റെ വളരെ 12 മണിക്കൂറൊക്കെ അടുപ്പിച്ചിരുന്ന് കണ്ണ് തുറക്കാതെ ഞാൻ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ രോഗത്തിൽ നിന്നൊരു മാറ്റമോ എന്റെ മാനസിക നിലയിൽ ഒരു മാറ്റമോ എനിക്ക് ഉണ്ടായില്ല. എന്റെ ഭയവും അതെല്ലാം അവിടെ അതേപടി കിടക്കും. അപ്പൊ ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ വാക്ക് എന്റെ ചെവിയിൽ അദ്ദേഹത്തിൽ നിന്നാണ് എത്തുന്നത്. അപ്പൊ അതിൽ ഞാൻ നോക്കുമ്പോ അദ്ദേഹം പറയാണ് ഈ ശ്വാസം അല്ല, ശ്വാസം എക്സ്റ്റേണൽ ശ്വാസം ഒരു കോൺസിക്വൻസ് ആണ്, എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആണ് ബോഡിയിലുള്ളത്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പണ്ടൊക്കെ കൊച്ചായിരിക്കുമ്പോ അമ്മ കിടന്നുറങ്ങുമ്പോ എന്റെ അമ്മ ജീവനോടെ ഉണ്ടോ എന്ന് നോക്കിയാൽ അമ്മ അനങ്ങുന്നുണ്ട്, ഉയരുന്നുണ്ട്, താഴ്ത്തുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്തപ്പോ ഇത് ബോഡി, ജീവനുള്ള ഒരു ബോഡിയുടെ ഒരു സ്വഭാവമാണ് ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. അപ്പൊ ഞാൻ അതിലേക്ക് കണക്ട് ചെയ്തു. ആദ്യം വലിയ വിശ്വാസത്തിലൊന്നും അല്ല. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് ഇത് ചെയ്യുമ്പോൾ ഉള്ളിലൊരു സ്പേസ് ക്രിയേറ്റഡ് ആവുന്നതും നമ്മളുടെ ബോഡിയുടെ വർക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവുന്നതും ഞാൻ ശ്രദ്ധിക്കണ്ടേ. അപ്പൊ എനിക്ക് പിന്നീട് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ചെയ്തപ്പോ എന്റെ ഉള്ളിൽ നിന്ന് ഒത്തിരി ഏമ്പക്കവും ഗ്യാസും ഒക്കെ പോയപ്പോ അദ്ദേഹം പറഞ്ഞാൽ അത് ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കാർബണാണ്. പക്ഷെ അത് പോയി കഴിഞ്ഞപ്പോ എനിക്കുണ്ടായ ഒരു ആശ്വാസം വലുതായിരുന്നു. അപ്പൊ നമ്മൾ സമൂഹത്തിലേക്ക് അടുക്കുമ്പോൾ ആദ്യം നമ്മുടെ ബോഡി വൃത്തിയാക്കണം, അത് കഴിഞ്ഞ് നമ്മുടെ മനസ്സ് വൃത്തിയാക്കണം, അത് കഴിഞ്ഞ് ബോഡിയുമായി ബന്ധപ്പെട്ട എല്ലാം വൃത്തിയാക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പെരുമാറ്റവും നമ്മുടെ രീതിയും നമ്മുടെ ദേഷ്യവും നമ്മളുടെ സ്വഭാവ രീതികൾ വൃത്തിയാക്കണം. അപ്പോഴാണല്ലോ നമ്മൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു യോഗ്യത കിട്ടുക. നമ്മൾ ആദ്യം സമൂഹത്തെ ശരിയാക്കിയിട്ട് നമ്മളെ ശരിയാക്കാനിരുന്നാല് നടക്കില്ലല്ലോ. നമ്മള് സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കൂടുന്നതാണല്ലോ സമൂഹം. അപ്പോഴേ എനിക്ക് അതിൽ നിന്ന് ക്ലിയർ ആയി, ഞാൻ സമൂഹത്തെ അല്ല ചെയ്യേണ്ടത്, ഞാൻ സമൂഹത്തെ രക്ഷിക്കണം എന്ന് എനിക്കുണ്ടെങ്കിൽ എന്റെ ബോഡിയും എന്റെ ഇതുമെല്ലാം കറക്റ്റ് ചെയ്യണം. അപ്പൊ ഈ പല രോഗത്തിനും ഇന്ന് പുറമെ ചികിത്സയില്ലല്ലോ. ഒരു പരിധി വരെ ആധുനിക ശാസ്ത്രം കുറെ എല്ലാം നമ്മൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും അവരൊത്തിരി അഡ്വാൻസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് കിട്ടാത്ത ചിലത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളും അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് ഈ പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ എനിക്ക് നേരിട്ടുള്ള അവസരം ഉള്ളപ്പോ എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് ഇവിടെ ചോദ്യമില്ല. അപ്പൊ ഞാൻ ഇവിടെ പോകുന്നത് അത് എനിക്ക് അങ്ങനെ പ്രയോജനകരമായി എന്ന് ഞാൻ മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും വെറുതെ കേട്ടിട്ട് കാര്യമില്ല, ഇത് പ്രയോഗത്തിൽ വരുത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് പറയാനാണ് ഞാൻ ഈ സമയം പ്രയോജനപ്പെടുത്തുന്നത്. താങ്ക് യു. താങ്ക് യു രമ മാഡം. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് ആണോട് ഷെയർ ചെയ്തതിന് താങ്ക് യു. പാനലിൽ തുടരുക. നമുക്കെല്ലാവരും ഇതൊരു പ്രോഗ്രാം ആയതുകൊണ്ട് പാടത്തിന് എന്തെങ്കിലും ചോദ്യങ്ങളായിട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാനുള്ള അവസരം വീണ്ടും ഉണ്ടാവും. താങ്ക് യു. നമുക്കിനി അരുണാചലത്തിന്റെ അങ്ങനെ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കണം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് അല്ല വെക്കുക, നമ്മൾ ചോദ്യമായിട്ടാണ്. ഇതൊരു പ്രത്യേക തരം പ്രോഗ്രാമാണ്. ഒരു ചോദ്യം ഒരു ചോദ്യം, അതാണ് അതിന്റെ പാറ്റേൺ. അങ്ങനെയാണ്. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം, പറഞ്ഞ ആളുകളോട് ക്ഷമിക്കണം. ഓക്കെ, മൈക്കെടുത്തുള്ളൂ. സെബുജി അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങിയ ഒരു വിഷയമാണ് അറിവും സ്വപ്നവും. അപ്പൊ അറിവും സ്വപ്നവും ഞാൻ ഒരു തിരിച്ചറിവിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് സെബുജി പറയുന്ന തിരിച്ചറിവായിട്ട് ഒരു സാമ്യപ്പെടുത്തലിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണിത്. സെബുജി കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, എന്റെ ശരീരത്ത് ഒരു സ്പർശമുണ്ടാകുമ്പോൾ ഈ സ്പർശം ചെയ്ത വ്യക്തിയെ കുറിച്ച് നമ്മൾ ഇമേജ് സൃഷ്ടിക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്നത് സ്വപ്നവും, അതേസമയം ഈ സ്പർശം എന്നിലുണ്ടാക്കിയ മർദ്ദവ്യത്യാസമാണെന്ന് തിരിച്ചറിയുന്നിടത്ത് അറിവുമാണെന്ന് ഞാൻ പറഞ്ഞാൽ സെബുജി എങ്ങനെ കാണും? അതെ, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന വ്യതിചലനമാണ് ഞാൻ സ്പർശനമായിട്ട് കണ്ടത്. അത് നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു ചെറിയൊരു മാറ്റം കൂടി സംഭവിച്ചു. അപ്പോഴല്ലേ നമ്മൾ വിലയിരുത്തുന്നത്, നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് വരുന്നത്. എവിടെയാണ് വേരിയേഷൻ വരുന്നത്? അത് അറിവിൽ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ മനോഹരമാണ്. സ്വപ്നത്തെ വേർതിരിച്ചു. പക്ഷെ ഇവിടെ ഒരു സ്പർശനമുണ്ടായി. അപ്പോൾ അറിവിൽ നിൽക്കുന്നത് കൊണ്ട് സ്പർശനത്തെ അപ്പോൾ തന്നെ വിലയിരുത്തി അവിടെ വേണ്ട കാര്യങ്ങൾ
നടപ്പിലാക്കി. ക്ലിയർ അല്ലേ? ക്ലിയർ. താങ്കൾക്ക് ഒരു തുടർ ചോദ്യം ചോദിക്കാം. ജയകുമാർജി ഒന്ന് നോക്കാമോ? ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോണേ. ജയകുമാർജി ഉണ്ടോ? ക്ലിയർ ആയില്ല? അരുണാചലത്തിൽ ഒരു ചോദ്യമുണ്ട്, പിന്നെ ബാക്കി ആളുകളുണ്ട്. ഞാനൊരു കുറച്ച് സമയത്ത് ബിസി ആയിരിക്കും. അരുണാചലം ചോദിച്ചു കഴിഞ്ഞോ? അടുത്ത ചോദ്യം ഉണ്ടോ? എന്നെ കേൾക്കുന്നില്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. അരുണാചലം ചോദിച്ചോളൂ. അരുണാചലത്തിന് കേൾക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അശോകനിലേക്ക് പോയിട്ട് അരുണാചലത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അശോകൻ താങ്കളുണ്ടോ? ആരും ഇല്ലേ? എന്റെ മൈക്കില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഹലോ. കേൾക്കുന്നുണ്ട്. അശോകൻ കേൾക്കുന്നുണ്ട്, പറയൂ. ഞാൻ ഈ സെബാസ്റ്റ്യൻ എന്നാണെങ്കിൽ ചോദിക്കാൻ, നിങ്ങളൊരു തീയിസ്റ്റാണോ എത്തിയിസ്റ്റാണോ? അല്ല, എനിക്ക് അങ്ങനെ യാതൊരു ലേബലും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ അത് പറയണം നിങ്ങള്. അല്ലേ? നമ്മൾ ചോദിക്കാൻ പറ്റും. അല്ല, എനിക്കങ്ങനെ എത്തിസ്റ്റ് എന്നോ അല്ലെങ്കിൽ നോൺ എത്തിസ്റ്റ് എന്നോ പറയത്തക്ക രീതിയിലുള്ള യാതൊരു വിലയിരുത്താനുള്ള ഒരു സാധ്യത ഞാൻ എന്നിൽ കണ്ടിട്ടില്ല. അല്ല, അങ്ങനെയും ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തേക്ക് എക്സ്പ്ലനേഷൻസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഞാൻ അല്ല, അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഒരു അറിവ് എൻ്റെ കയ്യിൽ ഇല്ല. അങ്ങനെ ഒരു അറിവുണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് ഉള്ളത് പറയാം. താങ്കൾക്ക് ചോദ്യം ചോദിക്കാം. അപ്പൊ താങ്കൾ എത്ര ചോദ്യം കഴിഞ്ഞു? 2 കഴിഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ അതൊക്കെ കേൾക്കുന്ന ആൾ എന്താ ഉള്ളത് അറിയാൻ നമ്മൾ ചോദിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെയല്ലേ ഞാൻ കേൾക്കുന്നുണ്ട്. അദ്ദേഹം താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം അദ്ദേഹം പറഞ്ഞു. രണ്ടുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതാണ് ഉത്തരം. അതാണ് അദ്ദേഹത്തിന് ഉത്തരം. രണ്ടുമല്ല, 2 ഞാൻ എടുക്കുന്നില്ല എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് ഉത്തരം. താങ്കൾക്ക് വേണം മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അതേ ഒരു ഉത്തരമല്ലല്ലോ അത്. ലോകത്ത് 2 രീതിയിൽ ആളുകളുണ്ട്. ഒന്നുകിൽ വിശ്വാസികളെ, അല്ല വിശ്വാസികൾ. നിങ്ങൾ ഏത് പറഞ്ഞു, ഞാൻ 2 ഞാൻ എടുക്കുന്നില്ല. അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം. അദ്ദേഹമാണ് ഉത്തരം പറയുന്നതിന്റെ അതോറിറ്റി. അദ്ദേഹം ആ ഉത്തരം അങ്ങനെ പറയാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരു ഉത്തരം പറഞ്ഞെന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ല. ഒരു കാര്യം പറ്റൂല. ഇത് ചോദിക്കാന്ന് വെച്ചാല് അസുഖങ്ങൾ വരുന്നത് എങ്ങനെയാന്ന് ഒന്ന് സെബാസ്റ്റ്യൻ സാർ വിശദീകരിച്ചാൽ മതി. ബോഡിയിൽ എങ്ങനെയാ അസുഖങ്ങൾ വരുന്നതെന്ന്. ബോഡിയിൽ അസുഖങ്ങൾ എങ്ങനെയാ വരുന്നത് പറയും. ഓക്കെ, ഞാൻ ഒരു സ്പേസ് എൻ്റെ ശരീരം ഒക്യുപ്പൈ ചെയ്യാൻ, എൻ്റെ ശരീരം ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി അത് സ്പേസ് അവിടെ കിടക്കും. നിങ്ങൾ ശരീരം അല്ലല്ല, താങ്കൾ ചോദ്യം ചോദിച്ചാൽ അത് താങ്കൾ അദ്ദേഹം ഉത്തരം പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അത് നമ്മൾ കേൾക്കാൻ വേണ്ടി സങ്കല്പം ഉണ്ടാവണം. ചോദ്യം കേട്ടു, വ്യക്തമായി എങ്ങനെയാണ് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഉത്തരം പൂർണ്ണമായി ശ്രദ്ധിച്ചതിന് ശേഷമേ നമുക്ക് അതിനകത്ത് തടസ്സം ഉന്നയിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു മര്യാദ. അതൊരു ലോജിക്കായിട്ടുള്ള കാര്യം പറയണം. അത് ലോജിക്കാണോ ഇല്ലോജിക്കാണോ എന്നുള്ളത് ശ്രോതാക്കളല്ലേ വിലയിരുത്തേണ്ടത്. സെബാസ്റ്റ്യൻ ജി, അത് ഓക്കെ. അപ്പൊ ഞാനൊരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ, അതെ, അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഞാൻ തരാൻ ശ്രമിക്കുന്നത്. അല്ല, ഞാൻ എങ്ങനെ പോകണമെന്നുള്ള ഭാഗം നിങ്ങളാണ് തീരുമാനിക്കുന്നതെങ്കിൽ
അശോക് സാർ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ചോദ്യം കേട്ടു, അദ്ദേഹം ഉത്തരം പറയുകയാണ്. അപ്പോൾ നമ്മൾ മ്യൂട്ട് ചെയ്ത് സഹകരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനൊരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യാൻ, ആ സ്പേസ് റീറ്റെയിൻ ചെയ്യുന്നതാണ് എൻ്റെ ഓക്യുപ്പേഷൻ. എൻ്റെ ശരീരം എന്ന് പറയുന്നത് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ആ സ്പേസ് റീറ്റെയിൻ ചെയ്യുന്നതാണ് എൻ്റെ ഓക്യുപ്പേഷൻ, എൻ്റെ റെസ്പോൺസിബിലിറ്റി. അവിടെ സജീവമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ തുടരുന്നത് കൊണ്ട് അത് രോഗത്തിനല്ല, യോഗത്തിനാണ്. കാരണം എൻ്റെ റെസ്പോൺസിബിലിറ്റി അവിടെ ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന ശരീരത്തെ നിലനിർത്താൻ കാരണമായിട്ടുള്ള എൻ്റെ അറിവ് അതിൽ തുടരുമ്പോൾ അവിടെ രോഗത്തിനുള്ള സാധ്യതയില്ല. ഈ ഒരു രോഗം ഉണ്ടാകുന്ന സയന്റിഫിക് ഒരു കാര്യം പറയാൻ അറിയില്ല. വെറുതെ കുറെ നമുക്ക് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. താങ്കൾക്ക് ബോധ്യപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്കൊരു ജഡ്ജ്മെന്റിലേക്ക് പോകണ്ട. ഓക്കെ ഓക്കെ, താങ്ക് യു. സിന്ധു മഠം. നമസ്കാരം സെബാസ്റ്റ്യൻ ജി. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ഈ ലോകത്ത് കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അറിഞ്ഞോ അറിയാതെയോ നമ്മള് കൊല്ലാൻ പറയുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുകയും വർഷിപ്പിക്കുകയും ചെയ്യുന്നതല്ലേ എന്നാണ്. എനിക്ക് ചോദ്യം വ്യക്തമായില്ല, ഒന്നും കൂടി. എവിടെ, എന്താണ് ചോദ്യത്തിന്റെ? അതായത് നമ്മള് ഇന്ന് ഈ ലോകത്ത് കാണുന്ന പ്രശ്നങ്ങള്, വാറാണെങ്കിലും പിന്നെ ഫാമിൻ ആണെങ്കിലും എല്ലാം, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അറിഞ്ഞോ അറിയാതെയോ കൊല്ലാൻ പറയുന്ന ദൈവത്തെ നമസ്കരിപ്പിക്കുന്ന ആളുകളാണെന്ന് ഞാൻ പറഞ്ഞാല് അത് സെബാസ്റ്റ്യൻ ജി എങ്ങനെയാണ് ഉത്തരം തരിക എന്നാണ് എനിക്കറിയില്ല. സെബാസ്റ്റ്യൻ ജി ഉത്തരം തരണമെന്ന്. കൊല്ലാൻ പറയുന്ന ദൈവത്തിനെ അനുസരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഓക്കെ. ദൈവം എന്ന് പറയുന്ന ഭാഗം മനുഷ്യൻ്റെ ഒരു വിശ്വാസമാണ്. മനുഷ്യൻ വിശ്വാസത്തിലിരിക്കുന്നത് കൊണ്ട് അവൻ്റെ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ് പ്രവർത്തനത്തിൽ ദോഷങ്ങൾ ഉണ്ടാകുന്നത്. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. എപ്രകാരമാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് അക്രമത്തിലല്ല, നമ്മളെ യാഥാർത്ഥ്യം എപ്രകാരമാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം കിട്ടാത്തത് കൊണ്ടാണ് മനുഷ്യൻ അക്രമത്തിലോട്ട് പോകുന്നത്. അപ്പോൾ മനുഷ്യന് വിശ്വാസം ഉണ്ടാക്കി, ദൈവത്തെ മനുഷ്യൻ്റെ സങ്കല്പത്തിൽ തന്നെ ഉണ്ടാക്കി, അവൻ്റെ തന്നെ തീരുമാനമാണ് യുദ്ധങ്ങളെല്ലാം. അപ്പം അവൻ തന്നെയാണ് സങ്കല്പിക്കുന്നത്, ദൈവം ഇന്നതാണ്, ദൈവം ഇന്നത് പറഞ്ഞു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം എന്താണ്? അവൻ്റെ അടിസ്ഥാനമായിട്ടുള്ള നിലനിൽക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥയുമായിട്ട് അവൻ പൊരുത്തപ്പെടാത്തതുകൊണ്ടാണ്. അവൻ്റെ ശ്രദ്ധ അവൻ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാത്തതുകൊണ്ട് അവൻ ആശങ്കയും ഉത്കണ്ഠയും ഭയവും എല്ലാം ഉണ്ടാകുന്നു, രോഗങ്ങളും എല്ലാം ഉണ്ടാകുന്നു. ഇവനുണ്ടാകാനുള്ള കാരണമായിട്ട് പൊരുത്തപ്പെട്ട അറിവിൽ ചേർന്ന് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ആൻസർ ക്ലിയർ ആണോ? ചോദിക്കും മാം, എന്തെങ്കിലും ചോദിച്ചിട്ട് അതിനൊരു റൂം കൊടുത്ത് അതുകൊണ്ട് പുതിയ ആളുകൾ ചോദിക്കാൻ ബാക്കിയുള്ള നമുക്ക് അടുത്തത് കേമോൻ ശരത്ത്. ആരാണ് ഫ്രീ ഉള്ളത്? സംസാരിച്ചോട്ടെ. ആയിക്കോട്ടെ. ഹായ് ഹായ്. കാണാൻ പറ്റിയതിൽ സന്തോഷം. എനിക്ക് ഞാൻ നിങ്ങളെ അഡ്മയർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളെ പേഷ്യൻസ്, നിങ്ങളെല്ലാവരെയും ഡീൽ ചെയ്യുന്ന സയന്റിഫിക്കലി എററാണ്. അൺഫോർച്ചുനേറ്റ്ലി ലെറ്റ് മീ ബി വെരി ഹോണസ്റ്റ്. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞതിൽ രോഗങ്ങൾ വരാനുള്ള കാരണം അത്
താങ്ക് യു കേമൻജി, താങ്ക് യു. നമുക്ക് അടുത്തത് ക്വാളിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്നും അറിയാൻ പാടില്ലാത്തവൻ എല്ലാത്തിനും കയറി പൗരചേട്ടാ ദയവായിട്ട് ഇരിക്കും. നമുക്ക് അടുത്തത് സെബാസ്റ്റ്യനോട് ഈ പൗലോനെ തല്ലി കൊല്ലാൻ പറ്റും? അതൊക്കെ ഇൻവാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല. ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒച്ചപ്പാടുണ്ടാക്കി അലമുണ്ടാക്കി എനിക്ക് കിട്ടി. എനിക്ക് കൃത്യമായ കാര്യത്തിലേക്ക് വരും. സെബാസ്റ്റ്യനോട് ചോദ്യം. ഇവിടെ നമ്മുടെ ഭൂമിയില് ജീവിക്കുന്നതിന് എന്താ അർത്ഥാക്കുന്നത്? മനുഷ്യൻ എന്താ പറയാ, ഇങ്ങനെ ജീവിച്ചു പോകണ്ടല്ലോ, ജീവിച്ച് ഇങ്ങനെ മരിക്കും. കുറെ ആൾക്കാർ കുടുംബമായിട്ടും കുറെ ആൾക്കാർ അനാഥരായിട്ടും കുറെ ആൾക്കാർ എന്താ പറയാ അക്രമവാസനയോട് കൂടിയിട്ടും കുറെ ആൾക്കാർ രാഷ്ട്രീയ പരമായിട്ടൊക്കെ എന്താ പറയാ ദ്രോഹമാണ് എല്ലാത്തിനും പിന്നിലും മെയിനായിട്ട്. ഒരു നല്ലത് എന്നുള്ള രീതിയിലൊന്നും ഇങ്ങനെ എന്താ പറയാ ഈ യോഗികൾ അല്ലെങ്കിൽ ഒക്കെ അല്ലേ വല്ലാതെ ഞാൻ യോഗിയാണ് അല്ലെ ഞാൻ ഈശ്വരനെ അറിയുന്ന ആൾക്കാരാണ്, അവരെ കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ അവരെ കേൾപ്പിക്കും. അപ്പൊ ശരിക്കും എന്തിനാ ഈ ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച് മരിക്കണതിന്റെ ഒരു ഡെഫിനേഷൻ ഒന്ന് പറയാൻ പറ്റും? പ്രത്യേകിച്ച് ഡെഫിനറ്റില്ല, ഇതിങ്ങനെയാണ്, ഇത് ഉള്ളതാണ്, അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. പ്രപഞ്ചം ഇങ്ങനെയാണ്, പ്രപഞ്ചത്തിലുള്ള ഹാപ്പനിങ് ആണ്. അത് ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുന്നത്, ശ്രദ്ധിച്ചാൽ അതിൻ്റെ ആ താളത്തിൽ പോകാം. ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രപഞ്ചം അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇവിടെ പ്രത്യേകിച്ച് അതിന് മീനിങ് ഫുൾനെസ് ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല. കാരണം ഒരാൾ ജനിച്ചെങ്കിൽ അതിൻ്റെ ഭാഗത്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ ജീവിക്കും, ഇല്ലെങ്കിൽ മരിച്ചു പോകും. ആ ഭൂമിയുടെ താളം അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. പക്ഷേ ഇതെങ്ങനെ ഉണ്ടായെന്ന് സസൂക്ഷ്മം പരിശോധിക്കാൻ ആ വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് അത്രത്തോളം ആ വ്യക്തിക്ക് നിലനിൽക്കാം. എത്രത്തോളം അത്രത്തോളം, അതാണ് അതിൻ്റെ ഭാഗം. അതിനോട് തന്നെ അതായത് ഇപ്പൊ നമുക്ക് ആൾക്കാർക്ക് ഈ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എന്തിനാ ഈ ഇങ്ങനത്തെ ഒരു മറ്റേ രീതിയൊക്കെ കുടുംബം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതികൾ എന്തിനാ അച്ഛനമ്മ അല്ലെങ്കിൽ അത് അനാവശ്യ വാക്കുകൾ പൗരം ഉപയോഗിക്കരുത്. ഞാൻ അതോടെ സംസാരിക്കുമ്പോ മനസ്സിലായോ? അട്ടങ്ങ അവിടെ ഇരുന്നോ? പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയുള്ളത് ഇപ്പൊ അതായത് നമുക്ക് ഞാൻ എന്തായാലും സംസാരിച്ചോ? ഞാൻ കമന്റ് ഇടാൻ എനിക്കതാവാ ശരത്തിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് വരും. അപ്പൊ ഇതന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ അത് എന്താണ് ആഗ്രഹങ്ങള് മനുഷ്യരുടെ ഈ ആഗ്രഹങ്ങൾക്ക് ഒരു അറുതി ഇല്ലാന്നാ പറയാ. അപ്പൊ പിന്നെ അതുമല്ല ഈ ഒരു എന്താ പറയാ കുടുംബം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സർക്കിളിൽ കിടന്ന് മനുഷ്യൻ എങ്ങനെ തിരിയുന്നത്? അതായത് നമ്മള് കുറച്ചൊരു ബോധമായി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പോയിക്കൂടെ? മനുഷ്യനൊക്കെ എന്തെങ്ങനെ അതിലൊരു അഡിക്ഷൻ വന്ന പോലെ എന്റെ അമ്മ എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു രീതി പിന്തുടരുന്നതിന്റെ കാര്യം എന്താ? അതായത് ഇപ്പം നമ്മളൊരു ഭാഗം കേട്ട് അതായത് ഇപ്പോൾ വെള്ളം ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് ഒരു തോടാകും, ഒരു റിവറാകും, പിന്നെ അത് വലിയ തടാകമാകും. അങ്ങനെ കാലത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ തന്നെ മനുഷ്യനെ തിരിച്ചറിയാനുള്ള ഭാഗത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ചാണ് കുടുംബജീവിതവും കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കാലം മാറും തോറും മനുഷ്യൻ്റെ സവിശേഷതയെ അറിയുന്നതനുസരിച്ച് അതിൻ്റെ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ കൾച്ചറൽ നമ്മുടെ സിസ്റ്റം ഇത്രയും കാലപ്പഴക്കം കൊണ്ട് തിരിച്ചറിഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് കുടുംബജീവിതവും വ്യവസ്ഥകളെല്ലാം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തുടരുമ്പോൾ നമ്മുടെ യാഥാർത്ഥ്യവുമായിട്ട് കൂടുതൽ തെളിഞ്ഞു വരുന്നതനുസരിച്ച് ഈ പറയുന്ന സംവിധാനത്തിലും മാറ്റം ഉണ്ടാകും. അത് ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് പിന്നെ അപ്പൊ ഈ മനുഷ്യർ ഇപ്പൊ അവിടെ അതായത് ഇങ്ങനെ ഈ ഒരു എന്താ പറയാ ഇപ്പൊ മനുഷ്യർ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അതായത് ഒരു
മനുഷ്യന്റെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു എന്താ പറയുന്നത് ഇവിടുത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രീതി, മനുഷ്യ സമൂഹങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ഒരു, അപ്പൊ അതിലൂടെയാണ് ഇവിടെ മനുഷ്യരാശിക്ക് തന്നെ ഭയങ്കര അപകടം ഉണ്ടായത്. അതിന്റെ നമ്മളെ നേട്ടങ്ങളൊക്കെ നമുക്ക് വിടാം. അപ്പൊ ഒരുപാട്, അതായത് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് മരണപ്പെട്ടു, പിന്നെ മതപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് മരണപ്പെട്ടു. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഈ ഒരു എന്താ പറയാ ജീവിത രീതിയാണ്. അതായത് നമ്മളെ ബന്ധങ്ങള്, ആഗ്രഹങ്ങള്, അല്ലെ ഇതിന്റെയൊക്കെ പിന്നാലെ മനുഷ്യൻ പോകണേനെ പോകട്ടെ. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതിൽ സ്വതന്ത്രമായിട്ട് ഒരു മനുഷ്യനെ ആ രീതിയിലേക്ക് അത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവനവന്റെ ഈ ലക്ഷ്യങ്ങള് വന്നു കഴിഞ്ഞാല് വീടുണ്ടാക്കുക, കുടുംബന്റെ നാഥനാകുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് എന്താ പറയാ ഒരു അർത്ഥമില്ലാത്ത കുറെ സംഭവങ്ങൾ ഇതൊക്കെ ജീവിച്ചു നിൽക്കുക. അപ്പോ അതൊന്നും എന്താ മനുഷ്യൻ മാറി ചിന്തിക്കാത്തത്, അല്ലെങ്കിൽ അതിങ്ങനെ തുടർന്ന് വരുന്ന ഒരു രീതിയായി മാറുന്നു. അതായത് മൃഗങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു മൃഗം, ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ നിസ്സാര സമയം കൊണ്ട് അതിൻ്റെ കിടാവ് എഴുന്നേറ്റ് പോയി പാല് കുടിക്കും. പക്ഷെ മനുഷ്യൻ്റെ കുട്ടികൾ അങ്ങനെയല്ല, അതിന് ഒരുപാട് കെയർ വേണം. ഈ കെയർ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും ഈ കുട്ടി വളർന്നതിൻ്റെ മനസ്സിന് പാകത കിട്ടണമെങ്കിൽ ഒരുപാട് നാളെടുക്കും. അപ്പോൾ മനസ്സെന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ടുള്ള ഒരവസ്ഥയിലാണ് രൂപം കൊണ്ട് വരുന്നത്. പിന്നെ അത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത് യാഥാർത്ഥ്യവുമായിട്ട് കണക്റ്റ് ആകത്തുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഈ പ്രത്യുൽപാദനം അത് തീവ്രമായിട്ട് നടക്കുന്നതുകൊണ്ട് മനുഷ്യൻ്റെ ഈ സവിശേഷതയുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നതിന് മുമ്പ് തന്നെ പ്രത്യുൽപാദനത്തിൻ്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മനുഷ്യനെ പരിശോധിക്കാനുള്ള സാവകാശം കിട്ടുന്നില്ല. ഈ പറയുന്ന ആശങ്ക ജനിക്കുന്ന മനസ്സിന് സ്ഥിരത കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നു. ആ പ്രയാസത്തിൽ തന്നെ അടുത്ത ജനറേഷൻ, അടുത്ത ന്യൂ ബോണിനെ നേരിടേണ്ടി വരുന്നു. അതിന് ന്യൂ ബോൺ അവിടെ കൂടുതൽ കഷ്ടപ്പാടും ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പോകുന്നു. ഇതിങ്ങനെ തലമുറകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ സംവിധാനത്തിൻ്റെ തെളിച്ചം കിട്ടാതെ പോകുന്നത്. താങ്ക് യു സിദ്ധാർത്ഥ്, താങ്ക് യു. നമുക്ക് അടുത്ത അവസരം റസ്റ്റ് ബൈ. സെബാസ്റ്റ്യൻ, നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ രേമ ചേച്ചി പറഞ്ഞു നേരത്തെ താങ്കളുടെ ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മെത്തഡോളജി ഉപയോഗിച്ചിട്ട് വയറ്റിലുള്ള ഗ്യാസ് എല്ലാം പുറത്തു കളയാനായിട്ട് സാധിച്ചു എന്ന്. ഓക്കെ, സോ എന്റെ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഈ ആ ടെക്നോളജി മെത്തേഡ് എന്താണെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൗലോയും എന്നെയും ഒക്കെ പോലെ ഒരു നിരവധി ഗ്യാസിന്റെ അസുഖത്താൽ വലഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരപ്രദമായിരിക്കും. എനിക്ക് ഇടയ്ക്ക് ചോദ്യമാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞ് എന്നെ തടസ്സം ചെയ്യുന്നത്. ഞാൻ എന്ന് മാത്രം പറഞ്ഞില്ല, എന്റെ ശാരീരികവും മാനസികവും എന്റെ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഇത് വളരെയധികം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഗ്യാസ് പോയി എന്ന് ഞാനൊരു ഇതായിട്ട് പറഞ്ഞു. ഗ്യാസ് അല്ലേ ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം, അതും എന്റെ പ്രശ്നമാണ്. ഗ്യാസ് ഞാൻ ചെറുതായി കാണുന്നില്ല. പക്ഷെ ഗ്യാസ് പോയി എന്നുള്ളത് കൊണ്ട് വേറെ പറയുന്നതെന്ന് തോന്നി. അത് താങ്ക് യു ചേച്ചി. സോ അതിന്റെ കൂട്ടത്തിൽ ഗ്യാസും കൂടി പോയതുകൊണ്ട് ഗ്യാസിന്റെ അസുഖത്താൽ ഇതുകൊള്ളുന്ന പൗലോയ്ക്കും എനിക്കും അങ്ങനെയുള്ള നിരവധി പേർക്കും ഇത് ഉപകാരപ്പെടുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു. ഇത് ചോദ്യം റെസ്റ്റിന് അറിയാലോ, ഇങ്ങനത്തെ റൂമാണല്ലേ എന്റെ കുടുംബത്തിലാണ് ഇങ്ങനത്തെ ചോദിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ചോറിലെടുത്ത് അതല്ല, ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ല. എക്സ്പാൻഷൻ തിയറിയെ കുറിച്ചൊരു ഓക്കെ, ഒരിക്കലും ഞാനൊരു ഒരു പർട്ടിക്കുലർ രോഗം എന്ന് പറയുന്നതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതിനുള്ളൊരു കപ്പാസിറ്റിയും എനിക്കില്ല. എന്നിലുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ഷെയർ ചെയ്തു. അതായത് ബോഡിയിലെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, നമ്മളുടെ ബോഡി ശ്വാസം ഉള്ളിലോട്ട് വരുന്നതിന് കാരണം ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ കൊണ്ടാണ്.
ആ എക്സ്പാൻഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിന് പ്രതികൂലമായിട്ടുള്ള എല്ലാ സാഹചര്യത്തെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാഴ്ച നമുക്ക് പ്രതികൂലമായിട്ടുള്ള ഓരോന്നിനെയും തന്നെ അത് ഒഴിവാക്കി മാറ്റിക്കളയും. ഇപ്പോൾ ദഹനശേഷി വർദ്ധിച്ചു വരുന്നു, നമ്മളുടെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സ് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വിനയത്തിന് അവരുമായിട്ട് മാനിച്ച് അവരുമായിട്ട് പൊരുത്തപ്പെട്ട് എങ്ങനെ നിൽക്കാൻ പറ്റും, എന്താണ് അതിൻ്റെ സാധ്യത, എന്താണ് മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് എങ്ങനെയാണ് അനുകൂലമാകുന്നത്, ഇതെല്ലാം നമ്മളുടെ അറിവിലൂടെ തന്നെ അത് പ്രായോഗികമാകുന്നുണ്ട് എന്നുള്ളത് ഒരു അനുഭവം മാത്രമാണ്. അല്ലെങ്കിൽ അതൊരു ഹലോ, ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ്, ഉപചോദ്യല്ലേ? അതിന്റെ ഇടയ്ക്ക് ആരാ മൈക്ക് എടുത്തത്? എന്റെ മൈൻഡ് ഉണ്ടാക്കാൻ പറഞ്ഞേ അല്ല പറഞ്ഞ മനസ്സിലാവില്ല. റെസ്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചു. അതിന്റെ ഇടയ്ക്ക് ആരാണ് മറ്റേ വേറെത്തൊന്നും വന്ന് ചോദിച്ചത്? താങ്ക് യു സെബാസ്റ്റ്യൻ ജി. അല്ല, ഇത് ക്ലാരിഫൈ ചെയ്ത് നന്നായി. അല്ലെങ്കിൽ ഈ പൗലോയെ പോലുള്ള ആളുകൾ എവിടെയൊക്കെ പിടിച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. താങ്ക് യു. ഇനി അടുത്ത ആളിലേക്ക് പോയിക്കോളൂ. താങ്ക് യു. വിനോയ് കാണുന്നുണ്ട്. വിനോയ് ഇല്ലെങ്കിൽ KCR ജി ഉണ്ട്. കേൾക്കാമോ? കേൾക്കാം. ചോദ്യമായിട്ട് ചോദിക്കണം. ഇവിടെ ചോദിക്കേണ്ട അതിഥി ഉണ്ട്. അതെ, എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ സെബാസ്റ്റ്യൻ ജി, ദൈവം എന്താണ് തീസ്റ്റാണോ എത്തീസ്റ്റാണോ എന്ന് ചോദിച്ചപ്പോ അത് രണ്ടുമല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പൊ ഈ വിശ്വാസികളെ സമയത്തോളം ദൈവം എന്നത് ഒരിക്കലും മരണമില്ലാത്ത ഒരു ശക്തിയായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദൈവമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ബുദ്ധൻ പറഞ്ഞതുപോലെ ഉണ്ടാവുകയും പിന്നീട് നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ദൈവമാണോ? അതിനെ കുറിച്ച് എന്താണ് സെബാസ്റ്റ്യൻ ജിക്ക് പറയാനുള്ളത്? അതൊരു സ്വപ്നം മാത്രമല്ലേ, മനുഷ്യൻ്റെ മാനസികാവസ്ഥ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തപ്പോഴൊരു സ്വപ്നമല്ലേ. അതിനപ്പുറത്തിട്ട് വരെ എന്ത് പറയാനാണ്? അടുത്ത ചോദ്യം ഉണ്ടോ? ദൈവം സ്വപ്നമാണെന്നാണോ? അല്ല, മനുഷ്യൻ്റെ സങ്കല്പമല്ലേ ദൈവമുണ്ടെന്നും ദൈവമാണിതെല്ലാം. നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് ജീവിക്കാം. ഈ മാറ്റത്തിന് കാരണം നമ്മുടെ മാറ്റത്തിൽ തന്നെ കാണാം. അതല്ലാണ്ട് ഇതിനകത്ത് വേറൊരു ശക്തി ഉണ്ടെന്നൊക്കെ സങ്കല്പിച്ച് പോയി കഴിഞ്ഞാൽ അത് മനസ്സിൻ്റെ സ്വപ്നം മാത്രമായിട്ടാണ് മാറുന്നത്. സ്വപ്നമുണ്ട്, നമുക്ക് സ്വപ്നം അനുകൂലമായിട്ട് നിൽക്കുന്നൊരു ഭാഗമുണ്ട്. പക്ഷെ സ്വപ്നം അതിക്രമിച്ചാൽ അത് നമുക്ക് ദോഷം ചെയ്യും. കാരണം നമ്മുടെ വീട്ടിലെ മെമ്മറിയും നമ്മൾ ഒരുപാട് ഇതെല്ലാം സ്വപ്നത്തിന് കാരണമാകുന്നത് തന്നെയാണ്. സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമാണ് ഒരു എക്സ്റ്റെൻറ്റ് വരെ. അറിവ് ഇല്ലാതെ സ്വപ്നം മാത്രമായാൽ നമുക്കത് നമ്മളെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് കഥകളുമൊക്കെ വായിച്ച് കേട്ട് അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. താങ്കൾക്ക് രണ്ട് ചോദ്യം ചോദിച്ചാൽ ഞാനല്ല താഴെയിട്ട്, പക്ഷേ നല്ല തെളിയുണ്ട്. അതൊന്നും പറഞ്ഞല്ലേ, താഴെട്ട് ഞാനല്ല. മിണ്ടാതൊക്കെ പറഞ്ഞ മിണ്ടാതെ നിന്നോളണം, മനസ്സിലായോ? ഓക്കെ, എന്നാ KCR ജി എടുത്തോളൂ. KCR ചങ്ങായില്ല, ചെയ്യാ ആരില്ലാത്ത മാതിരിയാണ് തോന്നുന്നത്. ഇനി ആരെങ്കിലും ചോദ്യം പാനലിലുള്ള ആരെങ്കിലും ചോദിക്കാത്തതുണ്ടോ? എന്റെ അവസരം പൗലോച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസരം ഞാൻ പിന്നെ എടുത്തോളാം. പൗലോ അതാരാണ് അങ്ങനെ ഇവിടെ അവസരം കൊടുക്കാനുള്ള? ആരാണ്? മനസ്സിലായില്ല, ആരാ? പേര് ക്ലിയർ ആയി? എന്റെ പേര് ആന്റി ഹിന്ദു എന്നാണ്. അപ്പൊ ആന്റി ഹിന്ദുവിന്റെ പൗലോച്ചിന് കൊടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അവസരം നമ്മളെ സഹോദരി എന്ന് പറയാം. പൗലോച്ചി ചോദിച്ചോളൂ. എനിക്ക് ഇത് വിട്ടുപോയി എങ്കിൽ പോലും ഞാൻ ആദ്യം തൊട്ട് ഇദ്ദേഹത്തിന്റെ റൂം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് തലമര വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്.
ഇദ്ദേഹം പറയുന്നത് ശാരീരികമായുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ സ്വപ്നവും ഇതുമായിട്ടുള്ള ബന്ധം. ഞാൻ സ്വപ്നം കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സെബാസ്റ്റ്യൻജി, ഞാൻ സ്വപ്നം കാണാറില്ല ചില ദിവസമൊക്കെ. പല ദിവസവും വെള്ളം അടിച്ചിട്ട് അതിന് വെളുപ്പിനെ ആകുമ്പോ ഉണ്ടല്ലോ രണ്ടാമതൊരു ഉറക്കം കിട്ടും. ആ സമയത്ത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. ചില സ്വപ്നങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അത് കണ്ടതുപോലെ തന്നെ അതേ അടിച്ച് പെരിഞ്ഞു കിടക്കുമ്പോ പിറ്റേ ദിവസം വെളുപ്പിനെ ആകുമ്പോ കാണുന്ന സ്വപ്നങ്ങള്, അതായത് പുലർകാലത്തിൽ കാണുന്ന സ്വപ്നങ്ങള് യാഥാർത്ഥ്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ജീവിതമായിട്ട് എനിക്ക് സ്വപ്നത്തിന് വലിയ ബന്ധമൊന്നും തോന്നിയിട്ടില്ല. താങ്കൾ ഈ സ്വപ്നം ഈ ജീവിതമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഈ ഉറങ്ങി കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണ് കേട്ടോ, അല്ലാതെ നമ്മൾ സ്വപ്നം കാണുന്നതല്ല വലിയ സംഭവമായി നമ്മൾ അങ്ങനെ വലിയ ഒരുപാട് കാശുണ്ടാക്കി അല്ലെങ്കിൽ വലിയ ആളായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ പോയിട്ടു. ആ സ്വപ്നം വേറെ. നമ്മൾ ലൈവായിട്ട് ഈ വെളുപ്പാക്കാലത്തെ കിടന്ന് ഉറങ്ങുമ്പോ കാണുന്ന സ്വപ്നം എനിക്കും പലപ്പോഴും യാതൊരു ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ ഗൾഫിൽ പോയിട്ടുള്ള കാര്യങ്ങളെ പോലും ഞാൻ നേരിട്ട് കണ്ടു. അപ്പൊ ഇതെന്താണ് ഇത്? അങ്ങനെ എങ്ങനെയാണ് സഭാഷജി ഇങ്ങനെയൊക്കെ ഈ സ്വപ്നവും ഇതുമായിട്ടൊക്കെ എങ്ങനെയാണ് താങ്കളും നിങ്ങളുടെ ശാരീരിക മാനസികമായിട്ടുള്ള അവസ്ഥകൾ എപ്രകാരമാണ് കൊണ്ടുപോകുന്നത് അതിനെ ആസ്പദമാക്കി നിങ്ങളുടെ സ്വപ്നങ്ങളും ഉണ്ടാകും. ഒന്നും മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് തള്ളി കാലത്തിലായിപ്പോയി. ഓരോന്നൊക്കെ പറഞ്ഞ അവിടുത്തെ VIP ആണ്, അത് പറഞ്ഞ മോശമായിപ്പോയി. എന്നിരുന്നാലും താങ്കളുടെ ചോദ്യം കഴിഞ്ഞു. ഇനി എനിക്ക് ഇവിടുത്തെ ഒരു റൂമിന്റെ ആളെന്നുള്ളത് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടാവും. ഓക്കെ, ഞാൻ ചോദിച്ചു. താങ്കൾ ഇങ്ങനെ ഇത് മറ്റേ ഇതിനെ പറ്റി പറയുന്നത് കേട്ടു, സ്വപ്നം കാണണം എന്നൊക്കെയുള്ള സംഭവം, അല്ലെങ്കിൽ സ്വപ്നം. അപ്പൊ നമ്മൾ ഈ സ്വപ്നം എന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാം ഉദ്ദേശിച്ച സ്വപ്നമാണോ, അതല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ കാണുന്നത്? പിന്നെ വേറെ സുനിൽ ബ്രോ താഴ്ത്ത് എഴുതിയിട്ടുണ്ട്, താഴ്ത്താർക്ക് എഴുതിയത് അതും ഞാൻ ചോദിക്കാം. അപ്പം ഈ നമ്മൾ സ്വപ്നസ്ഖലനം ഇതൊക്കെ എങ്ങനെയാണ്? അത് സ്വപ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? എങ്ങനെയാണ് അത്? താങ്കളുടെ നിർവചനം എങ്ങനെയാണ്? നമ്മള് സ്വപ്നത്തിൽ താങ്കൾക്ക് സ്ഖലനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാക്കി പറഞ്ഞേ, ഞാൻ പിന്നെ മറ്റേ മുടിയുടെ പേരും കൂടി പറയാം. നമ്മുടെ ഞാൻ ഓഡിബിൾ ആണോ? ഓക്കെ, സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. നമ്മളുടെ ബോഡി എൻവയറമെൻറ്റുമായിട്ടുള്ള എല്ലാ ഇൻട്രാക്ഷനും ബോഡി ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഒരു ഡ്രീം സ്റ്റേറ്റിലാണ്. എല്ലാ സംഭവങ്ങളും അത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള സ്വപ്നമാണെങ്കിലും ഈ പറയുന്ന എൻവയറമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷൻസ് ബോഡി സ്റ്റോർ ചെയ്യും. അതിൽ നിന്നാണ് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും സ്വപ്നം ഉണ്ടാകുന്നത്. നമ്മൾ പകല് നമുക്ക് അംബീഷ്യസ് ആകുന്ന ഗോൾ സെറ്റിങ്, ഇതെല്ലാം സ്വപ്നം തന്നെയാണ്. ഇപ്പം നമ്മൾ 1 1 2 എന്ന് പഠിപ്പിക്കുന്നത് ആ 1 1 അല്ലെ ആ എന്ന് എഴുതാൻ പഠിപ്പിക്കുന്ന ആയുടെ ആ ഒരു രൂപം നമ്മളുടെ ഉള്ളിൽ സ്വപ്നമായിട്ടാണ്. മെമ്മറി എന്ന് പറയുന്നത് സ്വപ്നം തന്നെയാണ്, മെമ്മറി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ ഓർമ്മ, ചിന്ത എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം സ്വപ്നം തന്നെയാണ്. ഇതെല്ലാം ഈ ഒരൊറ്റ ക്യാപ്ഷൻ്റെ അകത്ത് കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റയടിക്ക് സ്വപ്നം എന്നൊരു ഒരൊറ്റ ലേബലിനകത്ത് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു, ഓർത്തെടുത്തു, ഇതെല്ലാം സ്വപ്നം ബേസ്ഡാണ്. അപ്പോൾ ഇത് നമ്മളുടെ ശരീരത്തിന് മർദ്ദം കൂടുമ്പോൾ നമ്മുടെ സ്വപ്നത്തിൻ്റെ നിലവാരം മാറുകയും ചെയ്യും. ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. കാരണം സ്വപ്നം ബേസ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാകും. കാരണം അയാളെ മാനേജ് ചെയ്യുന്നത് തന്നെ ഇയാൾ സ്വപ്നം ബേസ് ചെയ്താണ്. എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നതൊക്കെ ഇയാളുടെ സ്വപ്നമാണ്. ജീവിക്കുന്നുണ്ട്, പക്ഷേ ജീവിതം വിജയിക്കുന്നത് എങ്ങനെയാണ്? അത് അയാളുടെ സങ്കല്പം യാഥാർത്ഥ്യമാക്കുമ്പോൾ അയാൾക്ക് തോന്നി അയാൾ ജീവിതം വിജയിച്ചെന്ന്. അതേപോലെ തന്നെ ഇയാളുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ഇയാൾ അറിയുന്നില്ല. ജീവിതം വിജയിച്ചു, പക്ഷേ ആൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ടായി. അപ്പോൾ സ്വപ്നം എന്ന് പറയുന്നതിനെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അറിവ് വേണം. അപ്പോൾ സ്വപ്നത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, താല്പര്യങ്ങൾ ജനിച്ചു വരും. അത് നടപ്പിലാക്കാൻ നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. ഒരു കാര്യമില്ല സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട്. കാരണം ജീവിതം അറിഞ്ഞിട്ട് സ്വപ്നം കൈകാര്യം ചെയ്താൽ
അവിടെ അതുകൊണ്ട് പ്രയോജനമുണ്ട് പ്രായോഗികമായിട്ട് സ്വപ്നത്തെ കൈകാര്യം ചെയ്യുമ്പോൾ. താങ്കൾ ചോദിക്കുന്നത് സ്വപ്നം വിജയിക്കുന്നതാണോ ജീവിതം വിജയിക്കുന്നത്? താങ്കളെന്താ പറഞ്ഞത്? ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് കണക്കാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ പറയുന്നത് ഞാനല്ലേ ചോദിച്ചേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ അടുത്ത ചോദ്യം ഉണ്ട്. അല്ല സദാശിവൻജി, അന്ന് എന്റെ കൂടി കഴിഞ്ഞിട്ട് രണ്ട് ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ സ്വപ്നത്തിനെ പറ്റി പറയും. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത് അതൊക്കെയാണ് സ്വപ്നമായിട്ട് കാണുന്നത്. ഞാൻ ആശ്ചര്യമായിട്ട് കച്ചോ അങ്ങനെ വിചാരിച്ച് എന്റേത് അങ്ങനെ അതൊക്കെ കാണാറുണ്ട്. അപ്പൊ അത് നമ്മുടെ മനസ്സിലുള്ള സാധനമാണ് ഡ്രീമായിട്ട് കാണുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. താങ്കൾക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങനെ പറയണം. ഞാൻ ഐശ്വര്യായി എന്ന് പറഞ്ഞ് നമ്മളിവിടെയുള്ള ആളുകളെ രസിപ്പിക്കാനും കൂടി വേണ്ടി പറഞ്ഞോളൂ. ഞാൻ അത്തരം ആളല്ല. എന്നിരുന്നാലും താങ്കളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ കാണുന്ന നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉള്ളത് തന്നെയല്ലേ, അതല്ലാണ്ട് വേറൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മുടെ സെൻസ് ഓർഗൻസ് മുഖേന നമുക്ക് കിട്ടിയിട്ടുള്ള റിഫ്ലക്ഷൻസ്, ധാരണകൾ, അതാണ് നമ്മളുടെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് സ്വപ്നമായിട്ട് തന്നെ വരുന്നത്, അല്ലാണ്ട് വേറൊന്നും വരാനില്ല. ചോദിച്ചോ വെറുതെ ഇതിങ്ങനെ പിന്നെ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത വെള്ളത്തിൽ കൂടെ നടക്കുക, മറ്റുപോയ പഴയ സുഹൃത്തുക്കൾ കാണുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ കാണാറുണ്ട്. ഇയാളെന്താ പറയുന്നത്? നേരത്തെ ജയമാർജി നമ്മുടെ പ്രോഗ്രാമിന്റെ ഡിസിപ്ലിൻ പാലിച്ചു പോണേ. പിന്നീട് പരാതി ഉണ്ടാകാൻ പാടില്ല. അവരോട് ഇടയ്ക്കിടയ്ക്ക് അവരങ്ങനെ കയറി കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കളായിട്ടുള്ള ഒരു ബന്ധം വെച്ചിട്ടാണ് ഇവിടെ കയറി കളിക്കുന്നതെന്ന് തോന്നുന്നു. താങ്കൾ മര്യാദയ്ക്കാ പറയും. ഞാനങ്ങ് പോക്കോളാം. ഇറങ്ങി വഴി അറിയില്ല, കയറി വന്ന വഴി. ഞാൻ ഇറങ്ങി പോകാറുണ്ട്. എനിക്ക് ഒരു പരിഗണന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതുപോലെയുള്ള വിരുദ്ധം പറയുമ്പോ അതിനെ കൗണ്ടർ ചെയ്യാന്നുള്ളത് എനിക്കൊരു അടുത്ത ആളിലേക്ക് പോട്ടെ, അടുത്ത ആളിലേക്ക് പോട്ടെ. ഈ ചെങ്ങാതി സമ്മതിക്കട്ടെ. പിന്നെ താഴത്ത് ഇടാന്ന് പറഞ്ഞാൽ പൊതുവെ സ്വീകരിക്കാതെ ഒക്കെ സദാശിവജിക്ക് ഒന്ന് പറയേണ്ടത്. സദാശിവ ചോദ്യം ചോദിച്ചോളൂ. ഞാൻ സെബാസ്റ്റ്യന്റെ ബോധം ആത്മാവ് ആ ഗ്രൂപ്പിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഞാൻ പല റൂമുകളിലും എല്ലാം പോവുകയും ചില അവസരത്തില് സെബാസ്റ്റ്യൻ റൂമിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നത്, ഈ നിമിഷം ഇങ്ങനൊരു പ്രോഗ്രാം അത് സെബാസ്റ്റ്യൻ സ്വപ്നം കണ്ടിരുന്നോ? അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള സംസാരിച്ച അവസരത്തില് അതിനെക്കുറിച്ച് അതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള ഇങ്ങനൊരു പ്രോഗ്രാമിനെ കുറിച്ച് സ്വപ്നത്തിൽ കണ്ടോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ സ്വപ്നത്തിൽ കണ്ടത്? ഇതേ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണോ? അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്ക് ചാനൽ ഒരു മെസ്സേജ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ. ആ മെസ്സേജ് ഞാൻ ഇന്നലെ മെനിഞ്ഞാന്നൊരു ഇത് കണ്ടു, ഇങ്ങനെ അജൻ്റെ ഒരു മെസ്സേജ് കിടക്കുന്നത് കണ്ട്. അപ്പോഴതൊരു സ്വപ്നമായിട്ട് മാറി. അപ്പോഴത്തെ ഒരു സ്വപ്നമായിട്ട് അപ്പം ഞാനിങ്ങനെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ ഒരിക്കലും ചാർട്ട് ചെയ്ത് ഒരു പ്രോഗ്രാമത്തിൽ ഞാൻ വന്ന് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അത് എങ്ങനെയാകും? കാരണം സാധാരണ ഞാനിങ്ങനെ സംസാരിച്ച് പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു അജണ്ട വെച്ച് ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ പോയി ഒരു സംഭവം ഡെലിവറി ചെയ്യാനുള്ളൊരു താല്പര്യം എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ദിസ് ഈസ് ഓൾസോ എല്ലാവരും മനുഷ്യരല്ലേ, മനുഷ്യരുടെ ഇടയിലല്ലേ. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഭിന്ന അഭിപ്രായങ്ങളൊന്നും എൻ്റെ ഉള്ളിൽ ജനിച്ചില്ല. ലെറ്റ് മീ ട്രൈ ഇറ്റ് എന്നുള്ളൊരു ഭാഗമാണ് ഉണ്ടായത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അടുത്ത ചോദിച്ചല്ലേ ഇപ്പൊ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഉണ്ടോ? ഇല്ലില്ല. പിന്നെ അദ്ദേഹം സ്വപ്നത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനിയും ചോദ്യമൊന്നുമില്ല, അത് സംബന്ധിച്ചുള്ള ചോദ്യമില്ല. KCRG മൈക്ക് എടുക്കുന്നുണ്ട്. KCRG ഹലോ ഹലോ. നമസ്കാരം. പിന്നെ സെബാസ്റ്റ്യൻ ജി, നമസ്തേ സെബാസ്റ്റ്യൻ ജി. സെബാസ്റ്റ്യൻ ജിയുടെ വിഷയങ്ങൾ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഇവിടുന്ന് കേട്ടിട്ടുള്ള വ്യക്തികളുടെ ചോദ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള സെബാസ്റ്റ്യൻ ജിയോട്, സെബാസ്റ്റ്യൻ ജി ഭാരതീയ വേദങ്ങളെ ഒരു പകുതി പഠിച്ചുകൊണ്ടാണ്
ഈ സബ്ജക്ട് ഇവിടെ അവതരിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ സെബാസ്റ്റ്യൻ സമ്മതിക്കുന്നു. നിരന്തരം പഠനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയും ദൈനംദിന ജീവിതത്തിൽ നമ്മളെ സാഹചര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു കാരണവശാലും ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ KCRൻ്റെ കൂടെ 10 ദിവസം നടന്നാൽ KCRൻ്റെ കൂട്ടത്തിൽ നടന്നതുകൊണ്ട് കുറേ കാര്യം ഞാൻ പഠിച്ചിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ആ പഠനം നമ്മളിൽ എപ്പോഴും ഉണ്ട്. നമ്മുടെ ബുദ്ധി എപ്പോഴും മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ അറിവെന്ന് പറയുന്ന പഠനത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാഗം നമ്മളെ ചലിപ്പിക്കുന്നുണ്ട്. അതിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്, പഠനത്തിനല്ല. പഠനം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ പഠിച്ചത് അലുത്തുപോവുകയും പുതിയത് പഠിച്ചു വരികയും ചെയ്യുന്നു. അതാണ് പഠനത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അതിന് പഠിച്ചത് എന്ന് നിലനിർത്താൻ നോക്കുന്നതല്ല, പഠിച്ചത് കാലത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടുപോകുന്നതാണ് പഠനത്തിൻ്റെ താല്പര്യം. അതുകൊണ്ട് പഠിക്കും, തീർച്ചയായിട്ടും പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ഉണ്ടോ റിസർച്ച്? ഇല്ല, അടുത്ത ചോദ്യം ഇല്ല. ഓക്കെ, ഇനി കുറെ നേരമായി അഭിജിത്ത് ഭാരതി ആന്റി ഹിന്ദു എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹം ചോദ്യം ചോദിച്ചില്ല, അദ്ദേഹം വേറൊരാൾക്ക് വിട്ടു കൊടുത്തു. താങ്കൾക്ക് ചോദ്യം ഉണ്ടോ? അഭിജിത്ത് അതിലില്ലാന്ന് തോന്നുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? അതെ, ഞാൻ ഉണ്ടായിരുന്നു മുന്നേ ഫസ്റ്റ് ചർച്ച ചോദിക്കട്ടെ. സെബാസ്റ്റ്യൻ ജി, നമ്മുടെ ഇമോഷൻസ് ഒരു മനുഷ്യന്റെ അതായത് ദുഃഖം, ഭയം, സുഖം, അല്ലെങ്കിൽ വേദന, അങ്ങനെ ഇതില് താങ്കളുടെ ജീവിതത്തിൽ ഇത് ഏതെങ്കിലും അസഹ്യമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു രീതിയിൽ ഒരു അൺബാലൻസിങ് സംഭവിച്ചിരിക്കുന്നു, മെന്റലി ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ഉണ്ടാവില്ല, ഒരു മെന്റലി സ്റ്റേബിൾ അല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു രീതി താങ്കൾക്ക് എപ്പോഴേ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അങ്ങനെ ഉണ്ടാവും? സന്തോഷം കൂടിയാലും ഭ്രാന്താവും എന്നറിയും, ഭയം കൂടിയാൽ ഭ്രാന്താവും എന്ന് പറയും, അല്ലെങ്കിൽ സുഖം കൂടി കഴിഞ്ഞാൽ ഭ്രാന്താവും എന്നറിയും. നമ്മളിപ്പോ ഈ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോബി ചെമ്മണ്ണൂർ വേദന അതേപോലെ അസഹ്യമായാലും മെന്റലാവും എന്ന് പറഞ്ഞേക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു ഭ്രമം, ഭ്രമം താങ്കൾക്ക് സംഭവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും അവസ്ഥയിൽ? ഇല്ല, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അത് എക്സ്ട്രീം ആയിക്കഴിഞ്ഞാൽ ദോഷം തന്നെയാണ്. ഒന്നും എക്സ്ട്രീം ആകാൻ പാടില്ല. അതെപ്പോഴും നമ്മളുടെ ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്താണ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നത്. ഇതെപ്പോഴെങ്കിലും ഏതെങ്കിലും കാരണത്തിൽ ഏതെങ്കിലും ഒന്ന് എക്സ്ട്രീം ആയിക്കഴിഞ്ഞാൽ അത് അപകടം തന്നെയാണ്. എനിക്ക് ചോദിക്കാനുള്ള ഇപ്പൊ ഈ KCRG അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, ഈ പുനർജന്മമുണ്ട്, ഒരാള് 6 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ ജനിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം KCRG റൂമിൽ ഞാൻ ചോദിച്ചപ്പോൾ ഞാനൊരു വാഴയായി ജനിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അപമാനിച്ചു വിടുകയും ചെയ്തു. എന്റെ ചോദ്യം എന്താ വെച്ചാൽ, സെബാസ്റ്റ്യൻ ജി ഈ പുനർജന്മം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇപ്പോ ഈ ജന്മത്തിൽ നമ്മള് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഇതായിട്ട് പുനർജനിക്കപ്പെടാന്നുള്ള ഈ KCRGയുടെ തിയറിയായിട്ട് താങ്കൾ അഗ്രി ചെയ്യുന്നുണ്ടോ? എൻ്റെ ജീവിതത്തെ അറിവിൽ അങ്ങനെ ഒരു താല്പര്യം ഞാൻ എങ്ങും കാണുന്നില്ല. അതിനൊരു താല്പര്യത്തിനുള്ളൊരു സാധ്യത എന്നിൽ ഈ ജീവിതത്തിൻ്റെ ഭാഗത്ത് കാണുന്നില്ല. താങ്കൾ അതിനെ അഗ്രി ചെയ്യുന്നില്ല? അല്ല, അത് എൻ്റെ ശ്രദ്ധയിൽ വരാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ എങ്ങനെയാണ് വിമർശിക്കാൻ ഞാൻ ആളല്ല. എൻ്റെ അറിവിലില്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ എങ്ങനെ വിമർശിക്കുന്നത്? നമുക്കിനി അഭിജിത്ത് ഭാരതി പറഞ്ഞു, എന്നോട് മൈക്ക് നോക്കാൻ പറഞ്ഞു. അഭിജിത്ത് ഭാരതി ചോദിക്കുന്നുണ്ട് ഇപ്പൊ, അല്ലെങ്കിൽ എരിക്സിന് വീണ്ടും ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു.
അഭിജിത്തുണ്ടോ? ചോദ്യം ചോദിക്കാത്തുള്ളൂ. അദ്ദേഹം പൗലോസിന് നേരത്തെ കൊടുത്തു. പിന്നെ വേറെ ഇല്ല. അദ്ദേഹം ഓൺലൈൻ ആക്റ്റീവ് ആയിരിക്കില്ല, വരുമ്പോ ചോദിച്ചിട്ട്. അപ്പൊ എനിക്ക് കൂടുതലാണ്. അതെ, അപ്പോ അറിവിനെ കുറിച്ച് പറഞ്ഞു. അറിവ് നമ്മളുടെ ആന്തരികമായ വ്യവസ്ഥകളെ കൂടുതൽ ശ്രദ്ധയോടെ ഒരു മനുഷ്യൻ വീക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന അവനവന്റെ അവസ്ഥയെക്കുറിച്ച് അവനവനുണ്ടാവുന്ന തിരിച്ചറിവാണെന്നാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അതും ഒരു സ്വപ്നമായിക്കൂടെ? അതിനെ ഒരു എക്സാമ്പിളിലൂടെ ഒന്നുകൂടെ വിശദീകരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് ജോലി ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീംലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റുകളിൽ പണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് വയറിനൊക്കെ നല്ല ബുദ്ധിമുട്ട്, ബ്ലോട്ടിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, ഇങ്ങനെ മാറി തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥയൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം എനിക്കിത് മനസ്സിലായില്ല. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എന്തോ കുഴപ്പമാണ്, വെളിയിൽ നിന്നാണല്ലോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് തോന്നിയത്. അപ്പോ കുറച്ച് നാൾ കഴിഞ്ഞപ്പം നന്നായി സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്താണ് വയറ് കേടാവുന്നതെന്ന് മനസ്സിലാക്കി കുറെയൊക്കെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയും കുറവുള്ളവർക്ക് അത് എന്റെ വയറിന്റെ പ്രശ്നം ഒന്ന് മാനേജ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. റൈറ്റ്. പക്ഷെ അത് ആ ഒരു അറിവ്, തിരിച്ചറിവ് പൂർണ്ണമായിരുന്നില്ല. പിന്നീട് കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയാ, ചില ഡെഫിഷ്യൻസീസ് ഉണ്ട് എന്ന്. ഇപ്പോൾ ഫുള്ള് നൈറ്റൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് അസിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു വന്ന ഇതാണ്, നമുക്ക് ഉണ്ടാകുന്ന ഈ അറിവ് അതും ഒരു സ്വപ്നമായിക്കൂടെ? അപ്പൊ ഈ അറിവെന്ന് പറയുന്നത് പരിഷ്കരിക്കപ്പെടുമോ അതിനുള്ള സാധ്യത എന്താണ്? പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ലൈംഗിക അരാജകത്വം നമ്മുടെ സമൂഹത്തിൽ മനുഷ്യന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോ അതെങ്ങനെയാണ് ആ ഒരു ഭാഗം നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഇത് ശരിയാണോ, ഇത് റിയൽ ആണോ, എങ്ങനെയാണ് നമ്മളിത് ഈ ഒരു ഭാഗത്തോട്ട് നമ്മുടെ ശ്രദ്ധ തന്നെ വരുന്നത്? കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് തുടർച്ചയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ അവിടെ ജനിക്കാനുള്ള കാരണം എന്താണ്? കാരണം പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ പ്രോബ്ലം റെക്ടിഫൈ ചെയ്യുന്നതാണ് നമ്മളുടെ അന്വേഷണ ബുദ്ധിയുടെ ഭാഗം. അപ്പോൾ അതിൽ തുടരാൻ, നമ്മൾക്ക് പ്രശ്നങ്ങളില്ലാതെ തുടരാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് അടുത്ത് തന്നെയാണ് അതിൻ്റെ റിയാലിറ്റി, ആ റിയലൈസേഷൻ. അത് ഇൻഡിവിജ്വലിന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അത് എനിക്കൊരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് ഞാൻ പരിശോധിച്ചു, അത് ഇന്നതാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടെത്തി അത് ഒഴിവാക്കി. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു കൺഫർമേഷൻ എടുക്കുകയാണ്, നമുക്കൊക്കെ ഇത് റിയാലിറ്റി ആണ്. കാരണം നമ്മളുടെ തന്നെ ഹാപ്പനിങ്ങിനെ ബേസ് ചെയ്താണ് നമ്മളുടെ ഡിസ്റ്റർബൻസ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുന്നത്. ആ കൺഫർമേഷൻ തന്നെത്താനെ ഉണ്ടാകുന്നതാണ്. വീണ്ടും അതിനകത്ത് തുടർന്ന് പോകുമ്പോൾ അത് യാഥാർത്ഥ്യമല്ലെങ്കിൽ അവിടെ എറർ ഡെഫിനറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യും. അത് തന്നെയാണ് അതിൻ്റെ വഴി, അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് ഇത് ഒരു കാരണവശാലും ഇതുകൊണ്ടൊന്നും സ്റ്റോപ്പ്, ഒരു സ്റ്റില്ലില്ലല്ലോ ഇതിനകത്ത്. ഇത് കണ്ടിന്യൂറ്റി അല്ലേ. അതുകൊണ്ട് എപ്പോഴും എറർ ഫൈൻഡിങ്ങും ഡിസിപ്ലിൻ മെയിൻ്റനൻസും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂഷൻ. ഇവിടെ അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞ സെക്ഷുവൽ ഒരു ഡിസ്റ്റർബൻസ് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. അതിനൊരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടി വളരുന്നതിനൊരു ഭാഗമുണ്ട്. അവൻ ആ വളർച്ച അനുഭവിക്കേണ്ടത്, അല്ലെ വളർച്ച തിരിച്ചറിയേണ്ട ഒരു ഭാഗമുണ്ട്. ഇത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് നാച്ചുറലി ലോ ഓഫ് അട്രാക്ഷൻ്റെ ഭാഗത്ത് ഓപ്പോസിറ്റ് സെക്സിൻ്റെ അട്രാക്ഷൻ ഇസ് എ നാച്ചുറൽ ഇവൻറ്റ്. ഈ വ്യക്തിയുടെ മെച്യൂരിറ്റിയിലൂടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വ്യക്തി ഇങ്ങനെയുള്ള എനർജി സിസ്റ്റത്തിൻ്റെ വിക്റ്റിമാകുന്നു. വളർച്ചയെന്ന് പറയുന്ന ആ വ്യക്തിയുടെ തിരിച്ചറിവിൽ വരുന്നതാണ്.
ഇവിടെ നമ്മൾ ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ള പാരൻറ്റിങ് കാരണം അവർ എന്തൊക്കെ ആക്കി എടുക്കണം, അതിനാണ് പ്രയോറിറ്റി. അതുകൊണ്ട് അവരുടെ ഡിസിപ്ലിൻ, നാച്ചുറൽ റിയൽ ഡിസിപ്ലിൻ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നേച്ചറിൻ്റെ ലോസിൻ്റെ ഭാഗം ഒരിക്കലും നമുക്കാർക്കും കൺട്രോൾ ചെയ്യാവുന്നതല്ല. അത് വ്യക്തിയുടെ പക്വതയിൽ നിന്ന് മാത്രമാണ് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി കിട്ടത്തുള്ളൂ. പക്ഷെ വ്യക്തിയുടെ പക്വതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നതിന് പകരം വ്യക്തി സമൂഹത്തിൽ ചില അച്ചീവ് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള റിയാലിറ്റിയുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഡിമാൻഡ്സ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സൊസൈറ്റിയിൽ പ്രിവെയിൽ ചെയ്യുന്നത്. എലിക്സിർ, ആർ യു ഹാപ്പി വിത്ത് ദ ആൻസർ? മനസ്സിലാവുന്നു. താങ്ക് യു. എലിക്സിറിന് തുടർ ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ്. പാനലിലുള്ളവരെല്ലാം ചോദിച്ചതാണ്. കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തുടർ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. ബിനോയ് KCR. അഭിജിത്ത് ചോദിച്ചിട്ടില്ല. അഭിജിത്ത് ആക്റ്റീവ് ആണോ? മോഡ്സിൽ ഇൻസൈൻ ഇവിടെ അവൈലബിൾ അല്ല. ഇപ്പോൾ ഇൻസൈൻ ഒരു കാര്യം പോലും പറയാതെ ഇൻസൈന്റെ പേരെടുത്തിട്ടാണല്ലോ മറ്റേ പ്രശ്നമുണ്ട്. അഭിജിത്ത് ചോദിച്ചു. നമസ്കാരം സെബാസ്റ്റ്യൻ ജി. നമസ്കാരം. നമസ്കാരം. ഇത് സെബാസ്റ്റ്യൻ ജിയോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, അങ്ങയുടെ വ്യക്തി ജീവിതം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനകത്ത് വളരെയധികം ഒരു കാലഘട്ടത്തില് എല്ലാ ആൾക്കാരുടെയും ജീവിതത്തില് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ് കുടുംബജീവിതം അല്ലെങ്കിൽ ഭാര്യ മക്കൾ എന്നൊക്കെ ഉള്ളൊരു കാര്യം. അതിനകത്ത് നിന്നിട്ട് ഒരു കാലഘട്ടത്തില് എല്ലാ മനുഷ്യരും ഒരു വീക്ക്നെസ് ആണ് ഈ ഭാര്യ മക്കൾ എന്നൊക്കെ പറയുന്നത്. ഞാൻ കരുതുന്നത് അങ്ങേക്കും അതൊരു കാലഘട്ടത്തിൽ വീക്ക്നെസ് ആയിരുന്നു എന്ന്. അതോടൊപ്പം തന്നെ ഒരു നമ്മളെ ഒരു പവർഫുള്ളിങ് ആയിട്ടിരിക്കുന്ന സാധനമായിട്ടാണ് ഞാൻ കരുതുന്നത്. തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തിരുത്താം. അപ്പൊ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു വിട്ടുമാറി ഇങ്ങനെ ഒരു ജീവിതം നയിക്കാനുണ്ടായിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെ? അതായത് ഒരു ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്ന, സ്വതന്ത്രമായിരിക്കുന്ന, തന്നെ അന്വേഷിക്കുന്ന ഒരു ജീവിത രീതി. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങയിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതായത് അങ്ങനെ പ്രിയ കൂട്ടുകാരനോ ശിഷ്യനോ നമ്മൾ ധരിച്ചിരിക്കുന്ന അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള നമ്മുടെ ഷാഫി, അപ്പം അദ്ദേഹവും അങ്ങയുടെ ജീവിത രീതിയിലേക്ക് തന്നെ അങ്ങ് മാറിയിരിക്കുന്നു. അപ്പം ഇതെങ്ങനെയാണ് വരുന്നത്? അപ്പൊ വ്യക്തി ജീവിതവും കുടുംബജീവിതവും തമ്മിൽ ക്ലാഷ് ഉണ്ടാവാറുണ്ടോ ഈ അങ്ങയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ? അതോ അങ്ങ് ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് വ്യക്തി ജീവിതത്തിലേക്ക് വരണമെങ്കിൽ? അപ്പൊ അതാണ് എന്റെ ആദ്യത്തെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ സൈക്കിള് ചവിട്ടാൻ പഠിക്കുമ്പോൾ ആരംഭത്തിൽ ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും 2 വീല് വെക്കും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പഠിച്ചു തുടങ്ങുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും സഹായിക്കാനുണ്ടാവും. പഠിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തെളിഞ്ഞ് വരും. പിന്നെ അതിനകത്ത് പല അഭ്യാസങ്ങളും കാണിക്കും. എന്നപോലെ തന്നെയാണ് ജീവിതവും. കാരണം എനിക്ക് എന്നെ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതമെന്ന് പറയുന്നത് നന്നായിട്ട് എന്നെ തിരിച്ചറിയുന്നതാണ് എൻ്റെ ജീവിതം. സമൂഹം വളർത്തി, എൻ്റെ വീട്ടുകാർ വളർത്തിയൊരു സെബാസ്റ്റ്യനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സമൂഹത്തിൽ ക്രിസ്ത്യാനിയാക്കാൻ നോക്കിയൊരു സെബാസ്റ്റ്യനുണ്ട്. അങ്ങനെ പല രീതിയിൽ പലവരും നമ്മളിൽ പലതും ഇൻജെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടനവധി കെയോസിൻ്റെ ഇടയിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ജീവിതം എപ്പോഴും നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കും. അതിൽ യാഥാർത്ഥ്യമല്ലാത്തതിനെ ഒഴിവാക്കുന്ന ഭാഗം അതെന്നും ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ സത്യത്തെ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലതൊക്കെ മാറിപ്പോവുകയും വിട്ടുപോവുകയൊക്കെ ചെയ്യേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും അത് തന്നെ തുടർന്ന് തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. അല്ല, ഒന്നും തടസ്സമല്ല. യാഥാർത്ഥ്യം എന്നും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനൊരു ജീവിതം മുന്നോട്ട് പോകുമ്പം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നെങ്കിൽ സാമ്പത്തികപരമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ വൈകാരികപരമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. എല്ലാവരും ഒരു സ്വതന്ത്രമായിരിക്കുന്ന ജീവിത രീതി ഫോളോ ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ ഏകദേശം ഒരു ഉപേക്ഷിച്ച മട്ട അല്ലെങ്കിൽ സ്വന്തമായ ഒരു പന്ഥാവ് കണ്ടെത്തുമ്പം ഈ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരിക്കും? അല്ലെങ്കിൽ അവരെ മുഴുവനായിട്ട് നമ്മൾ തഴയുവാണോ ചെയ്യുന്നത്? അപ്പൊ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? ഒരുപക്ഷെ അങ്ങയുടെ ഈ സംസാരം കേട്ടിട്ട് അതെങ്ങനെ പ്രീച്ചിങ് അല്ലെങ്കിൽ ഈ ഒരു ടോക്ക് കേട്ടിട്ട് ഒരുപാട് പേര് അങ്ങനെ ആകർഷകരായിട്ടുണ്ടായിരിക്കാം.
അപ്പൊ ഇതൊക്കെ ഒരു വലിയൊരു പ്രശ്നമാകും എന്ന് വിചാരിക്കും. കാര്യം ഞാൻ അങ്ങയുടെ ജീവിതത്തിൽ എതിർത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങയുടെ തലത്തിൽ നിന്നുകൊണ്ട് റെസ്പെക്ട് ചെയ്യും. അങ്ങയുടെ സന്തോഷം അങ്ങ് ആനന്ദിക്കും. അതിന് ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ബോധറായിട്ടോ പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ എങ്ങനെയായിരിക്കും അങ്ങനൊരു ബന്ധം? കാര്യം നമ്മുടെ ഒരു കാലഘട്ടത്തിലെ വളർച്ചയ്ക്ക് വെള്ളവും വളവും വെളിച്ചവുമായിരുന്ന ആൾക്കാരെ അവർ വൈകാരികപരമായി നമ്മളോട്ട് അടുത്തിരിക്കുന്നു, അല്ലെ സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികപരമായി അടുത്തിരിക്കും. അത് ശരിയുള്ളൊരു കാര്യമല്ല. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? അതോ അതിനെ നമുക്ക് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമോ? അതായത് ഒട്ടും ദാക്ഷിണ്യമില്ലാണ്ട് ഉപേക്ഷിക്കേണ്ടി വരുമോ? എങ്ങനെയായിരിക്കും? ഇപ്പൊ അഭിജിത്തും ഞാനും കൂടി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, യാത്രയുടെ ഉദ്ദേശം ലക്ഷ്യം ഇന്നതാണെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള സർവ്വകാര്യങ്ങളും സത്യസന്ധമായിട്ട് തുടരുക എന്നുള്ളതാണ്. ജീവിതത്തിൽ സത്യസന്ധത അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭാഗമാണ്. അത് വിട്ടിട്ട് ഒരു ഭാഗവും ഇല്ല. ഇപ്പം ഏതൊരു വ്യക്തിയുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് തീരുമാനിക്കുന്നതല്ല, എല്ലാ വ്യക്തിക്കും അർഹതയുള്ളതാണ്. അപ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം അവനുടെ ജീവനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആരുമായിട്ടും സഹകരിക്കുന്നത്. അത് എന്നെ അല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. എന്നെ ഡിപ്പെൻഡ് ചെയ്താൽ ഒരിക്കലും അത് ശരിയാകത്തില്ല. ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൈഫിനെയാണ്. എൻ്റെ പ്രാപ്തി ജീവനാണ്. ആ ജീവനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഭാഗമാണ് എന്നും ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അഭിജിത്താണ് എൻ്റെ കൂട്ടത്തിലെങ്കിൽ എൻ്റെ യാഥാർത്ഥ്യ ബോധമായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതാണ് ജീവിതം. അതിനകത്തു നിന്ന് മാറാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ കൂട്ടത്തിലുള്ളവർ അതിന് ഫോളോ ചെയ്യാൻ, അവരുടെ ജീവിതത്തെ ഫോളോ ചെയ്യാൻ അവർ തൽപരല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ വിട്ടുപോകും. അത് ഞാനായിട്ട് എടുത്ത തീരുമാനമല്ല. ഓക്കെ, നമുക്കിനി നിരഞ്ജൻ ഭായി ഉണ്ട്, അതൊരു ഷാബായി ഉണ്ട്. അഭിജിത്തുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അഭിജിത്ത് കഴിഞ്ഞായിരുന്നോ? ഓക്കെ. മീൻപേൽ അഭിജിത്തിന്റെ ഒരു അറിയിപ്പുണ്ട്. അഭിജിത്തിന്റെ ഒരു പ്രോഗ്രാം ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലേക്കും എല്ലാവരെയും സ്വാഗതം